ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2026 ഓണം ഇങ്ങെത്തി. നാളെയാണ് തിരുവോണം. ഇന്നിതാ മിക്ക ജനങ്ങളും ഉത്രാടപ്പാച്ചിലാണ്. ഓണമായി കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പൂക്കളം ഇടുന്നതാണ്. അത്തം തൊട്ട് തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ ഞാൻ പൂക്കളം ഇടാറുണ്ട്. അപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് തന്നെയാണ് പല ദിവസങ്ങളിലും പൂക്കൾ വാങ്ങിച്ചിരുന്നത്. പിന്നെ നമ്മുടെ എറണാകുളത്ത് ടൗൺ ഹാളിനടുത്തുള്ള കുറേ പൂക്കടകളുണ്ട്. അപ്പം അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓണത്തോടടുത്തപ്പോഴേക്കും പൂക്കൾക്ക് ഇത്തിരി റേറ്റ് കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രധാനമായും നമ്മൾ പൂക്കളം ഇട്ട് വരുന്നത് മഹാബലിമന്നിനെ എതിരേൽക്കുക എന്നുള്ള സങ്കല്പത്തിലാണ്. കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നും വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസങ്ങളിലൊന്നാണ് ഓണക്കാലം. തൻ്റെ പ്രജകൾ സന്തോഷത്തോടെയും സമൃദ്ധിയോടും കൂടി ജീവിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാനും അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വീകരിക്കാനുമാണ് വീടുകളിൽ നല്ല ഭംഗിയുള്ള പൂക്കളങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പരമ്പരാഗതമായി അത്തം മുതൽ തിരുവോണം വരെ ഓരോ ദിവസവും പൂക്കളത്തിൽ ഓരോ വരി വീതം കൂട്ടി 10ാം ദിവസം 10 വരികളുള്ള വലിയ പൂക്കളം ഒരുക്കുന്നു. ഈ 10 വരികൾ പുരാണങ്ങളിൽ പറയുന്ന ദേവതകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് വിശ്വാസം. 1ാം ദിവസമായ അത്തം ഗണപതി ഭഗവാനെ പ്രതിനിധീകരിക്കുമ്പോൾ 2ാം ദിവസമായ ചിത്തിര ശിവനും ശക്തിയും, 3ാം ദിവസമായ ചോതി ശിവൻ, 4ാം ദിവസം വിശാഖം ബ്രഹ്മാവ്, 5ാം ദിവസമായ അനിഴം പഞ്ചഭൂതങ്ങൾ, തൃക്കേട്ട മുരുകൻ, മൂലം ഗുരു, പൂരാടം അഷ്ടദിക്പാലകർ. ഇന്ന് 9ാം ദിവസമായ ഉത്രാടം ഇന്ദ്രൻ, 10ാം ദിവസമായ തിരുവോണ ദിവസം വാമനൻ അഥവാ മഹാവിഷ്ണുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഓരോ വരി വീതം കൂട്ടിയല്ല ഞാൻ ഉൾപ്പെടെ പലവരും ഇപ്പോൾ പൂക്കളമിടുന്നത്. പണ്ട് കാലങ്ങളിൽ തുമ്പ, മുക്കൂറ്റി, തെച്ചി, തുളസി, കാക്കപ്പൂ തുടങ്ങിയ നാടൻ പൂക്കൾ മാത്രമാണ് പൂക്കളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പൂക്കളത്തിൽ ഉപയോഗിക്കുന്ന തുമ്പപ്പൂവിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ശുദ്ധി ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ഉത്രാടം തിരുവോണം നാളുകളിൽ പൂക്കളത്തിന് നടുവിലായി മണ്ണുകൊണ്ട് നിർമ്മിച്ച തൃക്കാക്കരയപ്പനെ അഥവാ ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. ഇത് മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തെയും ഒപ്പം മഹാബലിയെയും സങ്കല്പിച്ചുള്ള ആരാധനയാണ്. മിക്ക മലയാളികൾക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൂടെ ഓണം ആഘോഷിക്കുന്നതും അതുപോലെ സദ്യ കഴിക്കുന്നതും പായസം കഴിക്കുന്നതും എല്ലാം. അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.